ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള കറണ്ട് എനർജീസും അതുപോലെ തന്നെ ആ ഒരു പേഴ്സണ് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളതുമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറലൈസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള കറണ്ട് എനർജി എന്താണ് എന്നുള്ളതാണ് നമ്മളോട് നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള കറണ്ട് എനർജീസ് എന്താണ് എന്നുള്ളതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. തേർഡ് പാർട്ടി അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ കറണ്ട് സിറ്റുവേഷൻ എന്താണ് അവരുടെ ഒരു ഡിസിഷൻ, അവർ ഏത് രീതിയിലാണ് പോകുന്നത്, ഒരു തേർഡ് പാർട്ടി ഉണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളോട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ആ ഒരു കറണ്ട് സിറ്റുവേഷൻ ഇപ്പോൾ എന്താണ്, നിങ്ങളുടെ പേഴ്സണിൻ്റെയും തേർഡ് പാർട്ടിയുടെയും ആ ഒരു എനർജി എന്താണ് എന്നുള്ളതാണ് നമ്മളോട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണ് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സണിൻ്റെയും അതുപോലെ തേർഡ് പാർട്ടിയോടുള്ള നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, അതുപോലെ നിങ്ങളോടുള്ള അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കറണ്ട് ഫീലിങ്സ് ആണ് നമ്മളോട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ ഈ ഒരു സമയം അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. 3 of Wands ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു തേർഡ് പാർട്ടിയോട് ഉള്ള ഒരു സ്നേഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുന്നത്. അതായത് എങ്ങനെയും ഇവരെ നേടിയെടുക്കണം, അതായത് ഒരു അട്രാക്ഷനുകളിലൂടെ വന്നിട്ടുള്ള ഒരു സ്നേഹം എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള ഒരു എനർജിയാണ്. സ്നേഹവും കെയറും ഒന്നും തന്നെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നില്ല. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അങ്ങനെ ഒരു നല്ല രീതിയിലുള്ള ഒരു ട്രൂ ലവ് എന്ന് പറയാനായിട്ടുള്ള ഒന്നും തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഒരു അട്രാക്ഷൻ മാത്രമാണ്. അപ്പോൾ ഈ ഒരു പേഴ്സണ് തേർഡ് പാർട്ടിയോട് ഉള്ളത് അത്തരത്തിലുള്ള ഒരു ഫീലിങ്സ് ആണ്. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള പേഴ്സണെ പണ്ട് മുതലേ ഇവർക്ക് അറിയാവുന്ന ഒരാളായിരിക്കാം. അതായത് ചിലപ്പോൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ കോളേജ് മേറ്റ്സ് ആയിരിക്കാം. നേരത്തെ മുതൽ ഇവർക്ക് അറിയാം, അല്ലെങ്കിൽ ഇവരുടെ നേരത്തെ ഒരു എക്സും ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുപോലെ ഈ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് കൂടുതൽ ഡീപ്പായിട്ട് ഒരു കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. അപ്പൊ ഇവർ തമ്മിൽ അറിയാം, അല്ലെങ്കിൽ പരിചയമുണ്ട്, ചെറിയ രീതിയിൽ അറിയാം, ആ രീതിയിലായിരുന്നു. കുറച്ച് നാളുകളായിട്ട് അത് കുറച്ചൊന്ന് ഡീപ്പായി മുന്നോട്ട് വന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പൊ ഇപ്പോഴും ഒരു പ്രസന്റ്ലി ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് റിലേഷൻഷിപ്പിൽ തന്നെയാണ് ഉള്ളത്. അതിൽ നിന്ന് അവർക്ക് പുറത്തേക്ക് വരാനായിട്ട് കഴിയുന്നില്ല. പക്ഷെ അവർക്ക് എല്ലാം ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ പലതവണ ആഗ്രഹിക്കുന്നതായിട്ട് നമുക്കിവിടെ എനർജി വരുന്നുണ്ട്. അപ്പം നിങ്ങളെ വല്ലാതെ അവർക്ക് മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അങ്ങനെ മിസ് ചെയ്തിട്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകളൊക്കെ വന്നിട്ടും അവർക്ക് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ഒട്ടും തന്നെ സാധിക്കുന്നില്ല. കാരണം അങ്ങനെ തിരിച്ചു വരുന്ന ഈ ഒരു വ്യക്തിയുടെ എനർജി അല്ല ഇവിടെ നമുക്ക് കാണുന്നത്. നിങ്ങളിപ്പോൾ അവരുമായിട്ട് ഒരു സെപ്പറേഷനിലോ, അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റിലോ, അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റിലോ ഒക്കെ ആയിരിക്കാം. ഇപ്പോൾ ലെസ് കോണ്ടാക്റ്റിലാണെങ്കിൽ തന്നെ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ തന്നെയായിരിക്കാം ഇതിൽ കൂടുതൽ മുൻകൈ എടുക്കുന്നത്, അല്ലെങ്കിൽ മുൻകൈ എടുത്തിട്ട് സംസാരിക്കുന്നത്. സ്റ്റിൽ ഈ ഒരു തേർഡ് പാർട്ടിയോടൊപ്പം തന്നെ ആണ് ഈ ഒരു വ്യക്തി ഉള്ളത് എന്നാണ് കാണുന്നത്, നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. പക്ഷെ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ആലോചിക്കുന്ന സമയത്തൊക്കെ, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്തൊക്കെ അവർക്ക് ഭയങ്കരമായിട്ടൊരു നിരാശയുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പം നിങ്ങളുടെ നല്ല നല്ല ഓർമ്മകൾ അവരെ വിഷമിപ്പിക്കുന്നൊക്കെ ഉണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്.
എങ്കിലും അവർക്ക് നിങ്ങളിലേക്ക് വരാനായിട്ട് സാധിക്കുന്നില്ല. നമുക്ക് ഒരാളുടെ ഓർമ്മകൾ എപ്പോഴും ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ അവരെ വിളിച്ച് സംസാരിക്കാനോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒക്കെ തോന്നും. അപ്പോൾ നമ്മൾ അങ്ങനെ വിളിച്ച് സംസാരിക്കുകയും ചെയ്യും. പക്ഷേ ഈ വ്യക്തി അതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് കൂടുതൽ പേർക്കും അത് മറ്റൊരു റിലേഷൻഷിപ്പ് തന്നെയായിട്ടാണ് കാണാനായിട്ട് പറ്റുന്നത്. സാധാരണ റീഡിങ്ങുകളിൽ നമുക്കത് ചിലപ്പോൾ ഫാമിലി മെമ്പേഴ്സ് ആകാം, അല്ലെങ്കിൽ ഒരു കരിയർ പരമായ പ്രോബ്ലംസ്, ഫൈനാൻഷ്യൽ ചില സിറ്റുവേഷൻസ്, ഇതൊക്കെ ആയിട്ട് തേർഡ് പാർട്ടി വരാറുണ്ട്. പക്ഷേ ഈ ഒരു റീഡിങ്ങിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് എന്നുള്ളതാണ്. അപ്പം മറ്റൊരു ബന്ധത്തിനകത്ത് ഈ ഒരു പേഴ്സൺ ഇങ്ങനെ പെട്ടു നിൽക്കുകയാണ്. ആ അത്തരത്തിലാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. റീഡിങ്ങിൽ ആദ്യം തന്നെ നമ്മളിവിടെ പറഞ്ഞിരുന്നു, നിങ്ങളുടെ പേഴ്സണ് ഒരു തേർഡ് പാർട്ടിയോടുള്ളത് ഒരു ട്രൂ ലവ് അല്ല, ഒരു ഡീപ്പായിട്ടുള്ള ഒരു അട്രാക്ഷൻ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്നേഹം ഒത്തിരി കാലം അങ്ങനെ നീണ്ടു നിൽക്കുന്നതല്ല. ഒരു സമയം കഴിയുമ്പോൾ അതിനൊരു മാറ്റം സംഭവിക്കും, അല്ലെങ്കിൽ ആ ഒരു ആവേശം എല്ലാ കാര്യങ്ങളും ഒന്ന് കെട്ടടങ്ങി അങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു എനർജി, ഇത്തരത്തിൽ ഒരു അട്രാക്ഷൻ മാത്രമായിട്ട് പോലും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങളുടെ വ്യക്തി ഒരു ചോയ്സ് എടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് ഒരു വശത്ത് നിങ്ങളും മറുവശത്ത് തേർഡ് പാർട്ടിയും വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് പകരം അവർ ചൂസ് ചെയ്ത് തേർഡ് പാർട്ടിയെ തന്നെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു വ്യക്തിയുടെ മാനസിക അവസ്ഥ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടിയെ അമിതമായ ഒരു സ്നേഹത്തോടെ അവർ ചൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് അങ്ങനെ ഒരിക്കലും പറയാനായിട്ട് സാധിക്കുന്നില്ല. അമിതമായ ഒരു സ്നേഹത്തോടെ അവരെ ചൂസ് ചെയ്ത് പോയി നിങ്ങളെ ഒഴിവാക്കി അങ്ങനെ പറയാനായിട്ട് പറ്റുന്നില്ല. കാരണം അങ്ങനെ ഒരു സ്നേഹം, ഒരു ട്രൂ ലവ് ഒന്നും നമുക്ക് ഈ കാർഡുകളിൽ കാണാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഓൾറെഡി ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നത് പോലെ പെട്ടെന്നുള്ള എന്തോ ഒന്നാണ് ഇവരെ തേർഡ് പാർട്ടിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് മാജിക്കിന്റെ എഫേർട്ട്, ബ്ലാക്ക് മാജിക് നടന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നല്ല രീതിയിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്ന വ്യക്തി നിങ്ങളുടെ പേഴ്സണെ ഹോൾഡ് ചെയ്ത് നിർത്താൻ, അല്ലെങ്കിൽ അവരിൽ നിന്ന് പുറത്തേക്ക് പോകാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നതാണ് ഇവിടെ ഈ ഒരു പേഴ്സന്റെ കൂടെ ഇപ്പൊ ഒരു പേഴ്സൺ ആ ഒരു വ്യക്തിയുടെ കൂടെ നിൽക്കുന്നത് വഴി അവർക്ക് ഈ ഒരു തേർഡ് പാർട്ടിക്ക് എന്തൊക്കെയോ നേട്ടങ്ങളുണ്ട് എന്ന് കാണുന്നു. അപ്പൊ ഇവര് തമ്മിലുള്ള ഒരു കോംബോ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് മുന്നോട്ട് പോകാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ സാധിച്ചു കിട്ടും. അത്തരത്തിൽ എന്തോ ഒരു ഇവർക്ക് എന്തോ ഒരു ലാഭം ഇതിൽ നിന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു പേഴ്സണെ കൂടുതലായിട്ടും ഇവരോട് ചേർത്ത് നിർത്തിയിരിക്കുന്നത് എന്നൊരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അല്ലാതെ ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ ഒരു പവിത്ര ബന്ധമോ അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധമോ അങ്ങനെയൊന്നുമല്ല. ഇവിടെ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു ആവശ്യം എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണെ അവരുടെ കൂടെ നിർത്തണം എന്നതാണ്. ഒരു വാശി പോലെ അവരെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കുന്നു. ഈ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണെ അത്രത്തോളം ഒരു ആവശ്യമുള്ളത് കൊണ്ട് തന്നെയാണ്. യഥാർത്ഥ കാര്യങ്ങൾ ഇങ്ങനെ ആണെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ ധരിപ്പിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഇതൊരു ട്രൂ ലവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് തന്നെയാണ്. അപ്പൊ അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു വ്യക്തിയോട് ഒത്തിരി സ്നേഹമുണ്ട് എന്ന, ഈ ഒരു നിങ്ങളുടെ പേഴ്സണോട് ഒത്തിരി സ്നേഹമുണ്ട് എന്ന രീതിയിലായിരിക്കാം ഒരു തേർഡ് പാർട്ടി അവരെ ധരിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയും ഒരു ബ്ലാക്ക് മാജിക്കും മറ്റു കാര്യങ്ങളും ഒക്കെ നെഗറ്റീവ് എനർജിയിലൊക്കെ അവർ പെട്ടിരിക്കുന്ന ഒരു സമയത്ത് കൂടി ഈ ഒരു പേഴ്സൺ നിങ്ങളെ കുറിച്ച് പലപ്പോഴും ചിന്തിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ ഒന്നും എടുക്കാനായിട്ട് ഈ ഒരു പേഴ്സണ് കഴിയുന്നില്ല. കാരണം ഒരു ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ് ഇവര്. ഈ ഒരു പേഴ്സണ് ഒരിക്കലും ഒരു ഫീലിങ്സ് ഇങ്ങനെ വരുന്നില്ല, എനിക്കിങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടണം, അങ്ങനെ ഒരു ഫീലിങ്സ് ഒന്നും ഇവർക്ക് ഒരിക്കലും വരുന്നില്ല. അതാണ് ഒരു ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ് എന്ന് പോലും ഇവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു എനർജി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും അറിയാവുന്ന ഈ ഒരു വ്യക്തി ആയിരിക്കാം ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി. നിങ്ങൾ മുന്നേ ഒക്കെ പരിചയമുള്ള വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയോ ഒക്കെ ആയിരിക്കും ഈ തേർഡ് പാർട്ടി. അപ്പൊ അങ്ങനെ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഈ ഒരു പേഴ്സണ് ഈ ഒരു വ്യക്തിയെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്ത് ഇത്ര മിസ്റ്റേക്കുകളുണ്ട്, എനിക്ക് ആ ഒരു വ്യക്തിയോട് വെറുപ്പാണ് എന്നുള്ള രീതിയിൽ വരെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ളൊരു പേഴ്സൺ ആയിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് ഒരു സമയം കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് അങ്ങോട്ട് വളരെയധികം സെറ്റ് ആയിട്ടുണ്ടാകും. കാരണം ഒരു ബ്ലാക്ക് മാജിക് പോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആ വ്യക്തിക്ക് പല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും അവരുടെ ലൈഫിൽ. അവർക്ക് തന്നെ അത് ഒന്നും മനസ്സിലാകണമെന്നില്ല.
അപ്പോൾ എപ്പോഴും നിങ്ങളുടെ കൂടെയുള്ള ഒരു വ്യക്തികളൊക്കെ ആണെങ്കിൽ ഒരു ബിഹേവിയറിലൊക്കെ പെട്ടെന്ന് അതുവരെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്ന രീതിയിലായിരിക്കില്ല, പെട്ടെന്ന് ദേഷ്യപ്പെടുക, പെട്ടെന്നൊരു നിങ്ങളോട് ഒരു ശത്രുത തോന്നുക, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഒരു ശത്രുത തോന്നുക, അതുപോലെയുള്ള ഒരു ചേഞ്ചസ് ഒക്കെ പെട്ടെന്ന് ഉണ്ടാകുന്നു. അല്ലെങ്കിൽ അവർക്ക് എപ്പോഴും തന്നെ തലവേദന, കുറച്ച് ആളുകൾക്ക് ഇങ്ങനെ എപ്പോഴും എന്തെങ്കിലും ഒരു അസ്വസ്ഥത, ആൻസൈറ്റി, ഡിപ്രഷൻ, അപ്പോൾ അങ്ങനെ ഒരു രീതിയിലൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇതുവരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി അല്ലല്ലോ ഇപ്പോൾ എന്ന് നിങ്ങൾ വിചാരിച്ചു പോകും. അപ്പോൾ ഒട്ടും ഇഷ്ടമില്ലായിരുന്നവരെയൊക്കെ പെട്ടെന്ന് തന്നെ ഇവർക്ക് ഇഷ്ടമുണ്ടാകും. അതുവരെ ഇഷ്ടം ഉണ്ടായിരുന്നവരൊന്നും മൈൻഡ് എടുക്കുകയില്ല. അങ്ങനെയൊക്കെ പെട്ടെന്ന് സംഭവിക്കും. ഇത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവാം. അതുപോലെ വാക്കുകൾ മാറ്റി പറയുക, കള്ളത്തരങ്ങൾ പറയുക, അതുവരെ നിങ്ങളുടെ അടുത്ത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന വ്യക്തികളായിരിക്കാം. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് ചേഞ്ച് വരുന്ന കാര്യത്തിലാണ് നമ്മളിവിടെ ബ്ലാക്ക് മാജിക് എഫക്റ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി എന്ന വ്യക്തി നല്ല ദീർഘവീക്ഷണമുള്ള ഒരാളാണെന്ന് മനസ്സിലാക്കുക. അതായത് പല കാര്യങ്ങളും മുൻകൂട്ടി കാണുന്ന ഒരു വ്യക്തിയായിരിക്കാം, അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത് ഈ വ്യക്തിക്ക് ഒരു നെഗറ്റീവ് എനർജീസ് ഉള്ള നിലയിൽ തന്നെയാണ്. ഈ വ്യക്തിയെ ചുറ്റി ഈ ഒരു ബ്ലാക്ക് മാജിക്കിന്റെ നെഗറ്റീവ് എനർജി നിൽക്കുന്നത് കൊണ്ട് നിങ്ങളുടെ പേഴ്സണ് ഈ തേർഡ് പാർട്ടിയുടെ പിടിയിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് സാധിക്കുന്നില്ല. ഈ ഒരു പേഴ്സൺ ഓരോ പ്രാവശ്യവും ഇതിൽ നിന്ന് പുറത്തു കിടക്കാനായിട്ട് ശ്രമിക്കുമ്പോഴും വീണ്ടും ഒരു റിട്ടേൺ ആയിട്ട് അവരിലേക്ക് തന്നെ ഈ ഒരു തേർഡ് പാർട്ടിയിലേക്ക് തന്നെ വരുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. മാനസികമായിട്ട് എനിക്കിങ്ങനെ ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്ന് ഈ വ്യക്തി വിചാരിച്ചാൽ പോലും അവർക്കത് ആക്ഷനിലൂടെ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവർക്ക് അതിൽ നിന്ന് വിട്ടു പിരിയാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു ലൂപ്പിൽ പെട്ട ഒരവസ്ഥയാണ് ഇവർക്കുള്ളത് ശരിക്കും. അപ്പൊ ഈ ഒരു പേഴ്സണ് ഒരു മെന്റൽ സ്റ്റെബിലിറ്റി പോലും കിട്ടാത്തൊരവസ്ഥയിലാണ്. നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളെ അവർക്ക് വേണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇങ്ങനെ ഒരു നഷ്ടബോധമൊക്കെ തോന്നുന്നത്, നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്നൊക്കെയുള്ള ഒരു ഫീലിങ്സ് തോന്നുന്നത്. പക്ഷെ ബ്ലാക്ക് മാജിക്കിന് ഉപരിയായിട്ട് ഇവിടെ നമുക്ക് വേറൊരു എനർജിയും കൂടെ കിട്ടുന്നുണ്ട്. ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് വഴിയായിരിക്കാം ഈ ഒരു വ്യക്തിയെ തേർഡ് പാർട്ടി പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിലാണ് നമുക്ക് കൂടുതൽ എനർജീസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് വഴിയും ബ്ലാക്ക് മാജിക് വഴിയും ഒക്കെ ഇവര് ഈ ഒരു വ്യക്തിയെ പടുത്തിയിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ തളച്ചിട്ടിരിക്കുകയാണ് എന്നാണ് കാണുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരുന്നത് ഒരു തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഒരു ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, നിങ്ങളുടെ തേർഡ് പാർട്ടി നിങ്ങളിലേക്ക് വരുമോ, അല്ലെങ്കിൽ നിങ്ങളെ അവരെങ്ങനെ കാണുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പം നമുക്കിവിടെ മെയിനായിട്ട് മനസ്സിലാകുന്നത് ഒരു ബ്ലാക്ക് മാജിക്കിന്റെ ഒരു എനർജിയിൽ പെട്ട് നിൽക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ എന്നുള്ളതാണ്. അവർക്ക് നിങ്ങളോട് നല്ല സ്നേഹമുണ്ട്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളിലേക്ക് വരണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവർക്ക് പുറത്തേക്ക് കടന്ന് ഒരു ആക്ഷൻ എടുത്ത് വരാനായിട്ട് സാധിക്കുന്നില്ല. ഈ ഒരു തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ മൂലം അവർ അതിൽ പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻ കാർഡ് കൂടി എടുത്തു നോക്കാം. ഇനി നെക്സ്റ്റ് എന്താണ്, ഇതിനൊരു ഡിസിഷൻ ഉണ്ടാകുമോ, ഇതിനൊരു അവസാനം ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യമാണ്. എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ കൊണ്ട് പോകുമോ, അതോ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ തിരികെ ലഭിക്കുമോ, ഈ ഒരു കാര്യങ്ങളാണ് നമ്മളൊരു ക്ലാരിഫിക്കേഷൻ കാർഡിലൂടെ നോക്കുന്നത്. ക്ലാരിഫിക്കേഷൻ എന്താണ് ഈ റിലേഷൻഷിപ്പിന്റെ ക്ലാരിഫിക്കേഷൻ, അല്ലെങ്കിൽ ഇത് എൻഡിൽ എന്താണ് വരാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ. ഓക്കെ, ക്ലാരിഫിക്കേഷൻ. ക്ലാരിഫിക്കേഷൻ ഓഫ് ദിസ് റിലേഷൻഷിപ്പ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ജസ്റ്റിസ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് ലഭിക്കും എന്നാണ് നമുക്ക് മെയിനായിട്ടും പറയാനായിട്ട് സാധിക്കുന്നത്. കൂടാതെ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡുകൾ വെച്ചിട്ട് ഇവിടെ യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾ കുറച്ച് നാൾ, ഇതിപ്പോൾ ഈ ഒരു പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടിയുടെ ഒപ്പമാണ് ഈ ഒരു സമയത്ത്. അപ്പോൾ അവർ ആ ഒരു തേർഡ് പാർട്ടിയുടെ കൂടെ ആയിരിക്കുമ്പോൾ അവരവിടെ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ അടർത്തി മാറ്റി നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. എല്ലാ കാര്യങ്ങൾക്കും ഒരു അവസാനം ഉണ്ടാകും. എല്ലാത്തിനും ഒരു എക്സ്പയറി ഉണ്ടെന്ന് പറയില്ല, അതുപോലെ ഒരു അവസാനം ഉണ്ടാകും. അങ്ങനെ ഒരു എൻഡ് ഉണ്ടാകും എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം വിശ്വസിക്കുക.
അപ്പോൾ അതിനൊരു അവസാനം ഉണ്ടാകും എന്ന് തന്നെയാണ് കാണുന്നത്. അല്ല നിങ്ങളിപ്പോൾ വിശ്വസിക്കുകയാണ് അവർ എൻ്റെ ആ ഒരാളെയും കൊണ്ട് ആ വഴി പോയി, അല്ലെങ്കിൽ അവരൊരിക്കലും തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ് നമ്മളിവിടെ കരഞ്ഞു നിലവിളിച്ചിരുന്നു കഴിഞ്ഞാൽ ഓക്കെ, അത് അങ്ങനെ തന്നെ സംഭവിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാത്തിനും ഒരു എൻഡ് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുക. ഇവരുടെ ഈ ഒരു റിലേഷൻഷിപ്പിനും ഒരു എൻഡ് ഉണ്ടാകും. അതിനുശേഷം എൻ്റെ പേഴ്സൺ എന്നിലേക്ക് തിരിച്ചു വരും എന്ന് ഉറച്ച് നിങ്ങൾ ആദ്യം വിശ്വസിക്കുക. അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ സിറ്റുവേഷൻസ് ചേഞ്ച് ആകും എന്ന് തന്നെയാണ് വീണ്ടും വീണ്ടും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. വളരെ ഒരു സ്നേഹം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുണ്ട്. പക്ഷെ അവർ ഈ ഒരു അവസ്ഥയിൽപ്പെട്ട് നിൽക്കുന്നത് കൊണ്ടാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ വ്യക്തിയെ ഈ ഒരു ലൂപ്പിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ, അങ്ങനെ ആഗ്രഹമുണ്ട് ഉള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ലെയിം ചെയ്യുക. ഇനി ചിലർക്കൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ, അവനവൻ്റെ പ്രശ്നങ്ങൾ അവനവനെ അറിയത്തുള്ളൂ. ഒത്തിരി വിഷമങ്ങളിലൂടെയൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഒത്തിരി ട്രോമ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടാകും ഈ ഒരു റിലേഷൻഷിപ്പ്. അങ്ങനെയുള്ളവരെ ആരും ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഡിസിഷൻസ് എടുക്കാം. എനിക്ക് ഈ വ്യക്തിയെ വേണ്ട ഇനി എന്ന് വെച്ച് പോകുന്നവർക്ക് വെരി ഗുഡ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി എനിക്ക് ഈ ഒരു വ്യക്തി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, എനിക്ക് ഈ വ്യക്തി വേണം അങ്ങനെയുള്ള ആളുകളുണ്ട് എങ്കിൽ നിങ്ങൾ ക്ലെയിം ചെയ്യുക. അവരെ തിരിച്ചു വരാനായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഒത്തിരി ആളുകൾ വളരെ ആൻസൈറ്റി, ഡിപ്രഷനിലൊക്കെ സ്റ്റക്കായി നിൽക്കുന്ന ആളുകളെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു കാര്യം തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കാതെ നിങ്ങൾ നിങ്ങളുടേതായ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തിരിച്ചു വരും എന്ന് ഉറച്ചു വിശ്വസിക്കാനായിട്ട് ശ്രമിക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സൺ, എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു എക്സ്പയറി ഉണ്ട്, അല്ലെങ്കിൽ ഒരു എൻഡ് ഉണ്ട്. അതിനുശേഷം നിങ്ങളുടെ പേഴ്സൺ എന്തായാലും നിങ്ങളിലേക്ക് തിരിച്ചു വരും. പക്ഷെ ഓടിപ്പടച്ചിങ്ങനെ ചാടി വരും എന്നൊന്നും ഞാൻ പറയുന്നില്ല. കുറച്ച് ടൈം ഇതിന് വേണ്ടി വരും. കാരണം നല്ല രീതിയിൽ ഒരു കെട്ടുപാട് പിടഞ്ഞു കിടക്കുന്ന ഒരു റീഡിംഗ് ആണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, വളരെയധികം അവരെ ഇങ്ങനെ തളർത്തി കെട്ടി മൂടി കെട്ടി കൺട്രോൾ ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ് ഈ ഒരു തേർഡ് പാർട്ടി. ഓക്കെ, അപ്പോൾ എന്തായാലും പക്ഷേ ലാസ്റ്റ് ആൻഡ് ഫൈനലിൽ നിങ്ങൾക്കായിരിക്കും ഒരു ജസ്റ്റിസ് കിട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കും ഒരു സക്സസ് വരുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടി ഒന്ന് എടുത്ത് നോക്കാം. റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് ഇടുന്നത് 1987 എന്ന് പറയുന്നൊരു വർഷമാണ്. ഫിസിക്കൽ ഫിറ്റ്നസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. യു ക്യാൻ ട്രസ്റ്റ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നു. ജൂൺ മന്ത്. ഓക്കെ, നമുക്ക് ലെറ്റർ എ കിട്ടുന്നുണ്ട്, ലെറ്റർ ഇ കിട്ടുന്നുണ്ട്. ഇടുക്കി ഡിസ്ട്രിക്റ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. റൈഡർ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 639 എന്ന് പറയുന്നൊരു നമ്പർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1992 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ഏപ്രിൽ മന്ത്. ഓക്കെ, ലെറ്റർ വി, നമ്പർ 45. കൊല്ലം ജില്ലയിൽ നിന്നുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. 1989, 46 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നുണ്ട്. മെയ് മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, 1984, നമ്പർ 22. ദിസ് മന്ത്. ഓക്കെ, ഒരു പോസിബിലിറ്റിയാണ്. ദിസ് മന്ത് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. അതുപോലെ ക്രേസ് ഓൺ വെഹിക്കിൾസ്, വണ്ടികളോട് ഒത്തിരി ക്രേസ് ഉള്ള ആളുകളാകാം. ബ്ലൂ കളർ ഫ്ലവേഴ്സ്. 1987, പേഷ്യൻസ്. നെയിൽ പോളിഷ്, സോഷ്യൽ വർക്കർ, റൈഡിംഗ്. 1992, 2002, 1994, നമ്പർ 30. ലൈഫ് ചേഞ്ച്. ഓക്കെ, ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരാനായിട്ട് പോകുന്നു. നമുക്ക് റീഡിംഗ് ലാസ്റ്റ് കിട്ടിയിട്ടുള്ളത് അത് തന്നെയാണ്. റെയിൻബോ സൈൻസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം, മാറ്റത്തിന്റെ സൈനാണ്. 47, നമ്പർ 1, നമ്പർ 12, നമ്പർ 23. ഓക്കെ, ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.